ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കേന്ദ്ര സർക്കാരിലേക്ക് കമ്പ്യൂട്ടർ സയൻസ് മേഖലയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഒരു അധ്യാപന ജോലിയുടെ നോട്ടിഫിക്കേഷനുമായിട്ടാണ്. അതായത് കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ നവോദയയ്ക്ക് സമാനമായിട്ടുള്ള EMRS ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ, അതായത് ട്രൈബൽ കമ്മ്യൂണിറ്റിയിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സ്കൂളുകളാണ്. ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടി തയ്യാറായിരിക്കുന്ന സ്കൂളുകളിലേക്ക് PGT അല്ലെങ്കിൽ TGT ലെവലിലെ അധ്യാപക നിയമനത്തിനുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിൽ കമ്പ്യൂട്ടർ സയൻസ് ഉദ്യോഗാർത്ഥികൾക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഈ ഒരു പോസ്റ്റിലേക്ക് PGT ഗ്രാജുവേറ്റ്സിന്, അതായത് പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലിൽ വിദ്യാഭ്യാസമുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. ഇവിടെ പ്രൊമോഷന് വേണ്ടി മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് BEd വേണ്ടത്. അപേക്ഷിക്കുന്നതിനും ടെസ്റ്റ് എഴുതുന്നതിനും എൻട്രി ലെവലിൽ കയറുന്നതിനും നിങ്ങൾക്ക് BEdന്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. അടുത്തതായിട്ട് TGT ആണ്, അതായത് ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ലെവൽ ടീച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. ഇത് ഗ്രൂപ്പ് B പോസ്റ്റാണ്. ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നതിനും ബേസ് ലെവൽ യോഗ്യതയിൽ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലർ ഡിഗ്രി മതി. കമ്പ്യൂട്ടർ സയൻസുമായിട്ട് ബന്ധപ്പെട്ട ബാച്ചിലർ ഡിഗ്രി ഏതെങ്കിലും മതിയാവും. പിന്നീട് പ്രൊമോഷന് വേണ്ടി മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ BEd കരസ്ഥമാക്കിയാൽ മതി. ഇനി PGT മേഖലയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന്റെ യോഗ്യത നമുക്ക് നോക്കാം. ഇതിൽ 40 വയസ്സാണ് നിങ്ങളുടെ മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഇതിൽ PGT യോഗ്യതയ്ക്ക് നിങ്ങൾക്ക് MSc കമ്പ്യൂട്ടർ സയൻസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ MCA ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ME ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ MTech ഉണ്ടായിരിക്കണം. ഇതിൽ 50% കുറയാത്ത മാർക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു മേഖലയിൽ നിന്ന് നേടിയിരിക്കണം. ഇനി ഇത് കൂടാതെ പ്രമോഷന് വേണ്ടി നിങ്ങൾ BEdും കരസ്ഥമാക്കിയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അടുത്തതായിട്ട് TGT എന്ന് പറയുന്ന ലെവലാണ്. ഈ ഒരു മേഖലയിലേക്ക് അപേക്ഷിക്കുവാനുള്ള പ്രായപരിധി എന്ന് പറഞ്ഞാൽ മാക്സിമം ഏജ് 35 വയസ്സാണ്. ഇവിടെ ബാച്ചിലേഴ്സ് ഡിഗ്രി എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ BCA ആണ്. അത് 50% കുറയാത്തതായിരിക്കണം. ഇനി അത് കൂടാതെ ഗ്രാജുവേഷൻ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സസ് കമ്പ്യൂട്ടർ സയൻസ് IT ഈ മേഖലയിൽ ഏതെങ്കിലും നിങ്ങൾ നേടിയിരിക്കുന്ന ഒരു ബാച്ചിലർ ഡിഗ്രി ഉണ്ടായിരിക്കണം. ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് BE അല്ലെങ്കിൽ BTech 50% കുറയാത്ത മാർക്കിൽ നിങ്ങൾ നേടിയിരിക്കണം എന്നുള്ളതും ഈ ഒരു TGT പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യതയാണ്. പിന്നീട് പ്രൊമോഷന് വേണ്ടി നിങ്ങൾ BEd കരസ്ഥമാക്കേണ്ടതുണ്ട്. ഈ ഒരു എക്സാമിനേഷന്റെ സെലക്ഷൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് റിട്ടേൺ എക്സാമിനേഷൻ ഉണ്ടാവും, അതിനുശേഷം സ്കിൽ ടെസ്റ്റും പ്രാക്ടിക്കൽ ടെസ്റ്റും ഉണ്ടായിരിക്കും, ശേഷം ഇന്റർവ്യൂ ഉണ്ടായിരിക്കും, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കും, മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. ഇത്രയും പ്രൊസീജിയറിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് കയറാൻ പറ്റുകയുള്ളൂ. ഈ ഒരു പോസ്റ്റിലേക്ക് എക്സാമിനേഷൻ വരുന്ന സിലബസ് എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ ഇംഗ്ലീഷ്, ഹിന്ദി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, എക്കണോമിക്സ്, ബയോളജി, ഹിസ്റ്ററി, ജോഗ്രഫി, കൊമേഴ്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് എന്നീ മേഖലകളിലാണ് നിങ്ങൾക്ക് എക്സാമിനേഷൻ ചോദ്യങ്ങൾ വരിക. ഇതിന്റെ പേ സ്കെയിൽ എന്ന് പറഞ്ഞാൽ 47,600 മുതൽ 1,51,100 രൂപ വരെ സാലറി വരുന്നതാണ്. ഇനി TGT ലെവലിലേക്ക് മാറുമ്പോൾ ഇവിടെ ഇംഗ്ലീഷ്, ഹിന്ദി, മാത്തമാറ്റിക്സ്, സയൻസ്, സോഷ്യൽ സയൻസ്, റീജിയണൽ ലാംഗ്വേജസ്, കമ്പ്യൂട്ടർ സയൻസ് ഇത്രയും ടോപ്പിക്കുകളിൽ നിന്ന് ചോദ്യം ഉണ്ടായിരിക്കും. ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് വരുന്ന സാലറി എന്ന് പറഞ്ഞാൽ 44,900 മുതൽ 1,42,400 രൂപ വരെ പേ സ്കെയിൽ കിട്ടുന്ന 2 പോസ്റ്റുകളാണ് നിങ്ങൾ ഇവിടെ കണ്ടത്. ഈ 2 പോസ്റ്റിനും കമ്പ്യൂട്ടർ സയൻസ് മേഖലയിലെ ബിരുദധാരികൾക്കും ബിരുദാനന്തര ബിരുദധാരികൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ട് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് 19 സെപ്റ്റംബറിനാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ എൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 23 ഒക്ടോബർ 2025 ലാസ്റ്റ് ഡേറ്റ് ഫീ അടയ്ക്കാനായിട്ട് നൽകിയിരിക്കുന്നത് 23 ഒക്ടോബർ 2025. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതാണ്. ഇനിയും ഈ ഒരു കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കോച്ചിങ് ഏണസ്റ്റ് അക്കാഡമിയിൽ അവൈലബിൾ ആണ്. ഈ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ട എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും ഒപ്പം തന്നെ ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുന്നതിനും കൂടുതൽ വിശദ വിവരങ്ങൾക്കും താഴെ നൽകിയിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ നൽകിയിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.